ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുഃ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. 2024 ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 3 വരെ, അതായത് 1199 ആണ്ട് കർക്കിടകം 13 മുതൽ 19 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും വ്യാഴവും, സുഖസ്ഥാനത്ത് രവിയും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ശുക്രനും, പുത്രസ്ഥാനത്ത് ബുധനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ പുരോഗതി, മുഖരോഗങ്ങൾ, ഐശ്വര്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. സുഖഹാനി, ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ആഴ്ച അവസാനത്തോടെ വിദ്യാഗുണം സിദ്ധിക്കും. പുതിയ ആശയങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തിയാൽ സ്വയംകൃത അനർത്ഥങ്ങൾ ഒഴിവാക്കാം. കർമ്മരംഗത്ത് തിരക്ക് വർദ്ധിക്കും. സാംക്രമിക രോഗങ്ങളെ കരുതിയിരിക്കുക. ദോഷപരിഹാരാർത്ഥം ദേവീപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും വ്യാഴവും, സഹോദരസ്ഥാനത്ത് രവിയും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ശുക്രനും, സുഖസ്ഥാനത്ത് ബുധനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. കഫസംബന്ധമായ അസുഖങ്ങൾ മൂലം പണച്ചെലവിന് സാധ്യത കാണുന്നുണ്ട്. ഗൃഹവാഹനാദി ലാഭം പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയും. ബന്ധുസമാഗമവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം വന്നു ചേരും. ദാമ്പത്യബന്ധം മെച്ചപ്പെടും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം ആദ്യപാദം, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് രവിയും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ശുക്രനും, സഹോദരസ്ഥാനത്ത് ബുധനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും, വ്യയസ്ഥാനത്ത് കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്വസ്ഥത കുറയും. കണ്ണിന് അസുഖത്തിന് സാധ്യത കാണുന്നു. സുഖഭോഗങ്ങൾക്കായോ ആഭരണങ്ങൾക്കായോ പണം ചെലവ് ചെയ്യേണ്ടി വരും. സഹോദരന്മാരുമായി കലഹത്തിന് സാധ്യത. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ബന്ധുസമാഗമം, ശയനസുഖം, ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ജ്വരം, വ്രണം, രക്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും, ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശുക്രനും, ധനസ്ഥാനത്ത് ബുധനും, അഷ്ടമത്തിൽ ശനിയും, ലാഭസ്ഥാനത്ത് കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. രോഗങ്ങൾ അലട്ടും. കോപം വർദ്ധിക്കും. ദാമ്പത്യസുഖം കുറയും. ധനാഗമം പ്രതീക്ഷിക്കാം. വാക്കുകൾ അംഗീകരിക്കപ്പെടും. കാര്യതടസ്സം പ്രതീക്ഷിക്കാം. വൈദ്യമേഖലയിലും ഔഷധ മേഖലയിലും നിന്നും ധനാഗമത്തിന് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും, കളത്രസ്ഥാനത്ത് ശനിയും, കർമ്മസ്ഥാനത്ത് കുജനും വ്യാഴവും, വ്യയഭാവത്തിൽ സൂര്യനും, വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായ കലഹം, ദ്രവ്യനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെ ധനാഗമത്തിന് സാധ്യത. ദാമ്പത്യസുഖം കുറയും. യാത്രാക്ലേശത്തിന് സാധ്യത കാണുന്നു. ദുഷ്പ്രവൃത്തികളോട് ആഭിമുഖ്യം വർദ്ധിക്കും. പുത്രന്മാർക്ക് അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും മഹാവിഷ്ണുപ്രീതിയും വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും, ഭാഗ്യസ്ഥാനത്ത് കുജനും വ്യാഴവും, ലാഭസ്ഥാനത്ത് ആദിത്യനും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ശുക്രനും, വ്യയസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശം, സുഖം, രോഗശാന്തി എന്നിവ പ്രതീക്ഷിക്കാം. ധനലാഭവും കുടുംബസുഖവും ഉണ്ടാകും. ഭാഗ്യതടസ്സവും ശരീരസുഖക്കുറവും പ്രതീക്ഷിക്കാം. സ്ഥാനമാനങ്ങൾ ലഭിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. നിർഭയത്വവും സുഗന്ധദ്രവ്യലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി വരുത്തുക.
അടുത്തതായി തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് 5-ാം ഭാവത്തിൽ ശനിയും അഷ്ടമത്തിൽ കുജനും വ്യാഴവും 10-ാം ഭാവത്തിൽ ആദിത്യനും ശുക്രൻ 10-ലും 11-ലുമായും 11-ൽ ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മവിജയം, അംഗീകാരം എന്നിവയ്ക്കുള്ള യോഗമുണ്ട്. സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യത കാണുന്നു. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാൻ നിയമപരമായ തടസ്സങ്ങൾക്ക് സാധ്യത. വാഹനം, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അലസത വെടിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാലാഭം ഉണ്ടാകും. സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തതായി വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് 4-ാം ഭാവത്തിൽ ശനിയും 7-ൽ കുജനും വ്യാഴവും 9-ൽ രവിയും ശുക്രൻ 9-ലും 10-ലുമായും 10-ൽ ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. വാഹനം, ഗൃഹം എന്നിവ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. സന്താനങ്ങളെ ചൊല്ലി ദാമ്പത്യ കലഹത്തിന് സാധ്യത. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. പിതാവിനോ പിതൃതുല്യർക്കോ രോഗാരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നു. കർമ്മപുഷ്ടിക്ക് സാധ്യതയുണ്ട്. ഉദരരോഗങ്ങൾക്കോ കഫജന്യമായ അസുഖങ്ങൾക്കോ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് 3-ാം ഭാവത്തിൽ ശനിയും 6-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും അഷ്ടമത്തിൽ രവിയും ശുക്രൻ 8-ലും 9-ലുമായും സഞ്ചരിക്കുന്ന സമയമാണ്. ബുധൻ ഇവർക്ക് 9-ൽ സഞ്ചരിക്കുന്നു. കർമ്മഗുണം പ്രതീക്ഷിക്കാം. സ്വർണ്ണാഭരണങ്ങൾ സിദ്ധിക്കും. ദൈവാധീനക്കുറവ് അനുഭവപ്പെടും. സർക്കാർ സംബന്ധമായ സഹായങ്ങൾ മുടങ്ങും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. വിദ്യാഗുണം പ്രതീക്ഷിക്കാം. ഉഷ്ണരോഗങ്ങൾ, രക്തദൂഷ്യം മൂലമുള്ള രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് 2-ാം ഭാവത്തിൽ ശനിയും 5-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും 7-ാം ഭാവത്തിൽ രവിയും ശുക്രൻ 7-ലും 8-ലുമായും 8-ാം ഭാവത്തിൽ ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗം കാണുന്നു. പുത്രഭാഗ്യത്തിനുള്ള യോഗം ചിലർക്ക് സിദ്ധിക്കാം. സഹോദരങ്ങളുടെ ഉപദേശം നടപ്പിൽ വരുത്തും. സുഖം, സന്തോഷം, ഐശ്വര്യം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥയുണ്ടാകാം. ഭാഗ്യതടസ്സം അനുഭവപ്പെടും. ധനസ്ഥിതി മോശമാകും. മനസ്വസ്ഥത കുറയും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും 4-ൽ ചൊവ്വയും വ്യാഴവും 6-ൽ രവിയും ശുക്രൻ 6-ലും 7-ലുമായും 7-ൽ ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. വിദേശധനം ലഭിക്കാൻ യോഗം കാണുന്നു. മനപ്രയാസം ഉണ്ടാകും. സ്വർണം, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ലഭിക്കാൻ യോഗമുണ്ട്. കുടുംബസൗഖ്യം കുറയും. ദാമ്പത്യഗുണം കാണുന്നു. പിതാവിനോ പിതൃതുല്യർക്കോ രോഗാരിഷ്ടതകൾക്ക് സാധ്യത. സന്താനങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ബുദ്ധിക്ക് തെളിമയുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് 12-ൽ ശനിയും 3-ൽ ചൊവ്വയും വ്യാഴവും 5-ൽ രവിയും ശുക്രൻ 5-ലും 6-ലുമായും 6-ൽ ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ദൈവാധീനം കുറയും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. മനസ്സുഖം കുറയും. ദാമ്പത്യ സൗഖ്യം കുറയാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. വ്യക്തിപരമായ ജ്യോതിഷ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറും അതിനോടൊപ്പം രേഖപ്പെടുത്തുക. അതുവഴി നിങ്ങൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും.